അപ്പോൾ നമുക്ക് പോകാം കൊച്ചിയിലേക്ക് കൂടിയാണ്. മോസിന കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മോസിന, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF അങ്ങനെ എല്ലായിടത്തും സമഗ്രാധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് UDFന് ആശ്വാസമായത് കൊച്ചി കോർപ്പറേഷൻ അടക്കമാണ്. കാരണം ഭരണം കിട്ടിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ സ്വതന്ത്രരൊക്കെയാണ് പിന്നീട് കോർപ്പറേഷൻ ഭരണമൊക്കെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഇക്കുറിയും സ്വതന്ത്രരിൽ കൂടെ നമ്മൾ അവിടെ ശ്രദ്ധയർപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് 2020 പോലെയുള്ള മറ്റ് കക്ഷികളെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് പറയാറായിട്ടില്ല. എന്നാലും ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം എന്ത് മോസിന? ദിൽസിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി, പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ കുറേ കാലങ്ങളായി UDFന്റെ ഒരു അപ്രമാദിത്യം തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് UDFന് ഭരണം നഷ്ടപ്പെട്ടതിന് പ്രധാനപ്പെട്ട കാരണം വിമത ഭീഷണി തന്നെയായിരുന്നു. മാത്രമല്ല V4 കൊച്ചി പോലെയുള്ള പുതിയ പാർട്ടികളൊക്കെ തന്നെ വലിയ രീതി, ജനകീയ മുന്നണികളൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ടിനെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ഈ ഭരണം കൈവിട്ടു പോകാനുള്ള ഒരു കാരണമാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇക്കുറിയും UDFനെ സംബന്ധിച്ച് വിമത ശല്യം തന്നെയാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി ഉയർന്നു വരുന്നത്. അതായത് നമുക്കറിയാം UDFൽ ആകെ 14, കോൺഗ്രസിനകത്ത് മാത്രം 9 പേരാണ് വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സര രംഗത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ തന്നെ ഈ നിലവിലുള്ള കൗൺസിലർമാർ പോലും സീറ്റ് നൽകാത്തതിനെ തുടർന്ന് സ്വന്തം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരമാവധി അവരെ അന്വയിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പ്രധാനപ്പെട്ട 4 പേരാണ് ഈ പറയുന്ന പോലെ കൗൺസിലർമാരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റേ മത്സരിക്കുന്നത്. ചെറിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് ഒരു ഭയം ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF. LDFനെ സംബന്ധിച്ച് വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഭരണം നിലനിർത്താനുള്ളൊരു വലിയ രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചാരണരംഗത്ത് സജീവമാവുകയും ഒക്കെ തന്നെ ചെയ്തത് LDF ആണ്. NDAയെ സംബന്ധിച്ച് 5 സീറ്റുകൾ ഉള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചിൻ കോർപ്പറേഷൻ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. ഇവിടെയാണ് 78 ഡിവിഷനിലുള്ള കൊച്ചിൻ കോർപ്പറേഷൻ്റെ വോട്ടുകളെല്ലാം തന്നെ എണ്ണുന്നത്. രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ചില സ്ഥാനാർത്ഥികളും അതിരാവിലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നെഞ്ചിരിപ്പോടുകൂടിയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ഈ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ തന്നെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലും അപ്രവചനീയമായ പോരാട്ടമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഫലം പ്രധാനമാണ്.